ഇന്നത്തെ റെസിപ്പി ചിരട്ടപ്പുട്ടാണ്. ഈസി ആയത് ഉണ്ടാക്കാൻ പറ്റും. സാധാ പുട്ടിനേക്കാളും ടേസ്റ്റിയാണ് ചിരട്ടപ്പുട്ട്. 2 ഗ്ലാസ് വറുത്ത പുട്ടുപൊടി എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. 4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി കുഴയ്ക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്നത് പുട്ടിന് നല്ല മയമുണ്ടാകാനാണ്. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ വല്ലാതെ ഹാർഡായിരിക്കും പുട്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായാൽ 2 വലിയ ഉള്ളി കട്ടാക്കിയതിടാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയത്, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1 വലിയ തക്കാളി കട്ടാക്കിയത്. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കണം. തക്കാളി ഉടയുന്നത് വരെ വഴറ്റി കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് ക്രഷാക്കിയത്, 1 ടീസ്പൂണ് ബീഫ് മസാല. ബീഫ് മസാല ഇല്ലെങ്കിൽ സാധാ ഗരം മസാല ആയാലും മതി. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കണം. 1/4 കിലോ എല്ലില്ലാത്ത ബീഫ് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കണം. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിടുന്നത് വരെ വാങ്ങാം. ഈ കുക്കറിന് 4 വിസിലിട്ടാലാണ് ബീഫ് വേവുക. എല്ലാ കുക്കറും ഒരുപോലെ ആകണമെന്നില്ല. 4 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകിയായിരിക്കണം ബീഫ് ഉണ്ടാകേണ്ടത്. ഇത് പുട്ടിൻ്റെ കൂടി ഇടാനാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. കുക്കറിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച ശേഷം കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്ത് ചിരട്ട വെച്ച് കൊടുക്കാം. ചിരട്ടയ്ക്ക് ഒരു ഹോൾസേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിലേക്ക് ആദ്യം തേങ്ങയും പിന്നെ ബീഫും പിന്നെ മല്ലിയിലയും പിന്നെ പുട്ടുപൊടിയും ഇട്ട് കൊടുക്കാം. 4 കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിരട്ടയ്ക്ക് ഹോൾസ് ഉണ്ടാകരുത്. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ചിരട്ട വെച്ച് കൊടുത്ത് 1/2 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നന്നായി തിളച്ചാൽ 1 ടീസ്പൂണ് ചായപ്പൊടി 1 ടീസ്പൂണ് പഞ്ചസാരയും ഇട്ട് തിളക്കാൻ വയ്ക്കാം. പാലൊഴിച്ച് കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. ഇനി വേഗം ഓഫ് ചെയ്യാം. പുട്ടൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ കമഴ്ത്തി വെച്ച് വേണം സെർവ് ചെയ്യാൻ. അതിൻ്റെ കൂടെ ചിരട്ട ചായ കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചു കൊടുക്കാം. ചിരട്ട ചായയും ചിരട്ട പുട്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.